ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ബിജുവിന് സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു അത്. ഒരാൾ തന്നെ നോക്കി ടാറ്റ തരുന്നു. കുഞ്ഞു മനസ്സിൽ ചില ചിന്തകൾ വിടർന്നു. അവന് മനസ്സിലായി അത് ട്രെയിനിൻ്റെ എൻജിൻ ഡ്രൈവറാണ് ടാറ്റ നൽകിയത്. അദ്ദേഹം തന്നെ നോക്കിയാണല്ലോ കടന്നുപോയത്. തന്നെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നല്ലോ. അപരിചിതനായ അയാളെ നോക്കി ചിരിക്കുവാനുള്ള ആഗ്രഹം ഉള്ളിൽ ഒതുക്കി. എന്നാൽ തന്നെ നോക്കി ചിരിക്കുവാൻ, കൈവീശി ടാറ്റ നൽകുവാനും ഒരാൾ. അത് അവനെ ചിന്തിപ്പിച്ചു. പിറ്റേ ദിവസവും രാവിലെ ബിജു സ്കൂളിൽ പോകുമ്പോൾ ആ ട്രെയിൻ വന്നു. പതിവ് പോലെ ഇന്നലത്തെ കാഴ്ച കണ്ടു. ആ ഡ്രൈവർ തന്നെ നോക്കി ചിരിക്കുകയും കൈവീശുകയും ചെയ്യുന്നു. ഈ സന്തോഷം അവൻ്റെ ജീവിതത്തിലെ വേദനകൾ മറക്കുവാൻ കഴിഞ്ഞു. റെയിൽവേ ജോലിക്കാരനായ തൻ്റെ പിതാവിന് ഭാര്യയുടെ മരണത്തോടെ ബിജുവിനെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല. തന്നെ ആരും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നില്ല എന്നുള്ള ചിന്ത അവനെ ദുഃഖിപ്പിച്ചിരുന്നു. ഈ എൻജിൻ ഡ്രൈവറുമായുള്ള ബന്ധം അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശനാളം തെളിയിച്ചു. ഇന്ന് അവർ വളരെ നല്ല ചങ്ങാതിമാരാണ്. അവൻ തൻ്റെ ബർത്ത്ഡേക്ക് ഡ്രൈവർ അങ്കിളിനെ ക്ഷണിച്ചു. അങ്ങനെ അവൻ അന്ന് രാവിലെ സ്റ്റേഷനിൽ ചെന്ന് അങ്കിളിനെ വരുന്ന ഞായറാഴ്ച തൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയിക്കുകയും അതിനെ ക്ഷണിക്കുകയും ചെയ്തു. അങ്കിൾ വരുമെന്നുള്ള ഉറപ്പ് അവനെ കൂടുതൽ സന്തോഷിപ്പിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും അവരുടെ കൂടിക്കാഴ്ച തുടർന്നുകൊണ്ടേയിരുന്നു. ശനിയാഴ്ച അവൻ ദൂരത്തു നിന്നും ട്രെയിൻ കണ്ടു. അവൻ എൻജിൻ ഡ്രൈവർ ആരാണെന്ന് ശ്രദ്ധിച്ചു നോക്കി. അതാ തൻ്റെ അങ്കിൾ തൻ്റെ നേർക്ക് ഒരു പാക്കറ്റ് ഇട്ടു തരുന്നു. ഓടിച്ചെന്ന് അവൻ ആ പൊതി എടുത്തുകൊണ്ട് വേഗം വീട്ടിലേക്ക് ഓടി. അത് തുറന്നു നോക്കിയപ്പോൾ മനോഹരമായ ഒരു പാൻറ്റും ഷർട്ടും. തൂവെള്ള നിറമുള്ള ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പിറ്റേ ദിവസം പള്ളിയിലും പോകുവാൻ അവൻ തീരുമാനിച്ചു. പതിവിലും രാവിലെ അവൻ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് തൻ്റെ പുതുവസ്ത്രവും ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് റെയിൽവേ ട്രാക്കിന് സമീപമുള്ള റോഡിലൂടെ നടന്നു. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലെ മഴയിലും കാറ്റിലും റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് നിന്ന പടുകൂറ്റൻ വൃക്ഷം ട്രാക്കിലേക്ക് വീണ് കിടക്കുന്നു. തന്നെ ഏറെ സ്നേഹിക്കുന്ന അങ്കിളിനോടൊപ്പം യാത്ര ചെയ്യുന്ന അനേകം ആളുകളെയും അവൻ ഓർത്തു. അവൻ ട്രാക്കിലൂടെ മുമ്പോട്ടോടി. പല ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അവൻ തൻ്റെ തൂവെള്ള ഷർട്ട് അഴിച്ചു. തൻ്റെ വലത് കരം ആ ട്രാക്കിൽ വെച്ച് ഒരു കൂർത്ത കല്ല് വെച്ച് ഇടിച്ച് മുറിവുണ്ടാക്കി. ആ രക്തം മുഴുവനും അവൻ ആ ഷർട്ടിൽ തേച്ച് പിടിപ്പിച്ചു. ദൂരെ നിന്നും ട്രെയിനിൻ്റെ ചൂളം വിളി കേൾക്കാം. അവൻ മുൻപോട്ട് ഓടി. വീണും ഓടിയും അവൻ തളർന്നു. എന്നിട്ടും അവൻ തൻ്റെ അങ്കിളിനെയും യാത്രക്കാരെയും ഓർത്ത് മുൻപോട്ട് ഓടി. ദൂരെ നിന്നും വന്ന് എൻജിൻ ഡ്രൈവർ തൻ്റെ മുമ്പിൽ ഒരു ചുവന്ന കൊടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായ കുട്ടിയെ കണ്ടു. അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി. ബ്രേക്ക് ഇടുവാൻ തുടങ്ങി. ട്രെയിൻ ആ മരത്തോട് ഏറ്റവും അടുത്ത് വന്ന് നിന്നു. പെട്ടെന്ന് എൻജിൻ ഡ്രൈവർ ഓടി ബിജുവിൻ്റെ അടുക്കൽ വന്ന്, മോനെ, നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. അങ്കിളിനെയും ഈ യാത്രക്കാരെയും ഓർത്തപ്പോൾ ഞാൻ എൻ്റെ ജീവൻ വലുതായി കണ്ടില്ല. എന്നെ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ അങ്കിളിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞു. ആ അങ്കിളിൻ്റെ കരങ്ങളിൽ കിടന്ന് അവൻ ജീവൻ വെടിഞ്ഞു. പ്രിയമുള്ളവരെ, യേശു നമുക്ക് വേണ്ടിയാണ് തൻ്റെ ജീവനെ കാൽവറി ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചത്. ധൈര്യത്തോടും പ്രത്യാശയോടും ദൈവിക പ്രവർത്തനത്തിനായി അവൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. എന്തിനാണ് നാം ജീവിക്കുന്നത്? എന്താണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം? ഇതൊക്കെ ചിലപ്പോൾ നാം ചിന്തിക്കാറുണ്ട്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക, അത് സുപ്രധാനമായിട്ടൊരു കാര്യമാണ്. പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം രൂപപ്പെടണം എന്ന് ചിന്തിക്കുന്നവരാണ് അധികം പേര്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും ഉദ്ദേശവും സൃഷ്ടാവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അതിനാൽ ഈ ജീവിതത്തെ ഒരു ഓട്ടക്കളത്തിനോട് നമുക്ക് ഉപമിക്കാം. ഇവിടെ സമ്മാനം നേടുന്നത് വിശുദ്ധിയോടുകൂടെ ഓടുന്നവർ മാത്രമാണ്. ലക്ഷ്യം കൂടാതെ ഓടിയാൽ വിശുദ്ധി നഷ്ടപ്പെടും. ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. എന്തെങ്കിലും അർത്ഥമോ ലക്ഷ്യമോ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ജീവിതം പൊള്ളയായി തോന്നും. പൊള്ളയായ ജീവിതത്തിൽ എളുപ്പം വിശുദ്ധി നഷ്ടപ്പെടും. ആകയാൽ പ്രിയമുള്ളവരെ, ഈ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം ഈ വചന കേൾവി നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. വിശുദ്ധിയോടെ ജീവിപ്പാനും വിശുദ്ധിയിൽ വളരുവാനും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.